ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ ഉള്ളി അതേമാതിരി കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി. അപ്പോൾ എല്ലാവർക്കും ട്രാവൽ വിത്ത് അമേരിക്കയിലേക്കുള്ള പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഇച്ചിരി ഡിഫറൻ്റ് ആണ്, ഒരു പറമ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ടു കാണും. അപ്പോൾ ഞാൻ നാട്ടിൽ പോകുന്ന കുറച്ച് ട്രാവലൊക്കെ ചെയ്ത് എൻ്റെ വീഡിയോസൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ വയനാടാണ് ഉള്ളത്. വയനാട് എൻ്റെ കൂടെ ഒരു ഗസ്റ്റും കൂടി ഉണ്ട്. വെറും ഗസ്റ്റ് അല്ല, 5 സ്റ്റാർ ഹോട്ടലിലും അല്ലെങ്കിൽ ക്രൂസ് കപ്പലുകളിലൊക്കെ ഷെഫായിരുന്ന ഡേവിഡാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഷെഫ്, വെൽക്കം. അപ്പോൾ ഇന്ന് ഷെഫിനെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ. അപ്പോൾ ഷെഫ് വയനാട്ടുകാരനാണ്. അപ്പോൾ നാട്ടിൽ വന്നപ്പോൾ പരിചയപ്പെട്ടു. പുള്ളിയുടെ ഒരു ട്രഡീഷണൽ ഒരു കിടലൻ ഫുഡ് നമുക്ക് കാണിച്ചു തരാൻ പറഞ്ഞുകൊണ്ട് ഷെഫിൻ്റെ കൂടെ ഇന്നൊരു ഫുഡ് ബ്ലോഗാണ്. കുറച്ച് ഡിഫറെൻ്റ് ആണ് അല്ലേ? അതെ അതെ. എന്താണ് ഇന്നത്തെ ഡിഷ്? എന്താണ്? ഇന്ന് നമ്മൾ റോസ്റ്റ് ടർക്കിയാണ്. അത് ഹോം മെയ്ഡാണ്, ഒരു ഫ്യൂഷൻ ഫുഡുമാണ്. ഓക്കെ, ഒരു നമ്മൾ റോസ്റ്റഡ് ഡക്ക് കൊണ്ടുള്ള ഒരു ഫ്യൂഷൻ ഫുഡാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ വയനാട്ടിൽ നിന്നുകൊണ്ട് നമ്മൾ ഇന്നത്തെ കാഴ്ചകൾ ഉണ്ടാക്കാം അല്ലേ? അതെ, തീർച്ചയായും. ഓക്കെ, ഇനി മെയിൻ തിങ് ഉണ്ട്. നമ്മൾ ഇവിടെ വന്നപ്പോൾ പുള്ളിയുടെ അമ്മ താറാവിനൊക്കെ തുറന്നു വിട്ടു. അപ്പോൾ നമ്മൾ ഇനി താറാവിനെ ഓടിച്ച് പിടിച്ചിട്ട് വേണം റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി അല്ലേ? തീർച്ചയായും. അപ്പോൾ ആദ്യം നമുക്ക് താറാവിനെ പിടിക്കാം. നമുക്ക് ഇതിനെ ശരിയാക്കാം. ഓക്കെ, ശരിയാക്കിയേക്കാം. എന്നിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അത് ബാക്കി കാഴ്ചകൾ നമുക്ക് ഒന്നിച്ച് കാണാം. ഓക്കെ. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത ഒരു താറാവ്, കുറച്ച് കാശ്മീരി ചില്ലി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ഉപ്പ്, ഇഞ്ചി, ഗരം മസാല, പിന്നെ ഒരു തേങ്ങാപ്പാൽ, ഒരു കക്കരിക്ക, തക്കാളി, പച്ചമുളക്, ഉള്ളി, ക്യാരറ്റ്. ഇത്രയാണ് വേണ്ടത്. അപ്പോൾ എങ്ങനെ ഷെഫ് തുടങ്ങിയാലോ? തുടങ്ങാം നമുക്ക്. ഓക്കെ, എന്നാ പറഞ്ഞു എങ്ങനെ പരിപാടി? അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ താറാവിനെ എടുത്തിട്ട് മാരിനേറ്റ് ചെയ്യാണ് ലൈറ്റായിട്ട്. കുറച്ച് കുരുമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പെല്ലാം ഇട്ടിട്ട്. എന്നിട്ട് നമ്മളിന്നൊരു പ്രത്യേക രീതിയിൽ ഉണ്ടാക്കുന്നത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്, ഓവനിലല്ല. നമ്മളിപ്പം ഔട്ട്ഡോറിൽ ഉണ്ടാക്കുന്നുണ്ട്, കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ട്രഡീഷണൽ ആയിട്ട് ഹോം മെയ്ഡ് ആയിട്ട് എല്ലാവർക്കും ചെയ്ത് നോക്കാമെന്നാണ്. അപ്പോൾ നമുക്കത് നോക്കാം എങ്ങനെയാണ്. നല്ലോണം മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചാൽ താറാവിൻ്റെ പുറത്തും അകത്തൊക്കെ നന്നായിട്ട് ഡസ്റ്റ് ചെയ്യാം. ഇപ്പം ഇങ്ങനെ ഡസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് എന്താ, വാട്ടർ ഒന്നും മിക്സ് ആക്കണ്ടേ? വാട്ടർ ഒന്നും വേണ്ട. നമ്മളിതൊരു റോസ്റ്റ് മോഡലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അധികം വാട്ടറിൻ്റെ ആവശ്യമില്ല, ഡ്രൈ ആയിട്ടുള്ള ഇതാണ്. അപ്പോൾ അതിൻ്റെ സ്കിന്നിലൊന്ന് ടേസ്റ്റ് വരാൻ വേണ്ടി. അതന്നെ, സ്കിന്ന് നല്ല ക്രിസ്പി ആയിട്ട് വരുമ്പോൾ അതിൽ നല്ല ഇതിൻ്റെ ടേസ്റ്റ് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ കുറച്ച് ഇട്ട് കൊടുക്കാം. റോസ്റ്റ്, ഓവൻ റോസ്റ്റാണ് ശരിക്കും ഇത് ചെയ്യുന്നത്. നമ്മൾ ഓവൻ റോസ്റ്റ് ഇല്ല, ഇവിടെ ഹോം മെയ്ഡ് ആയിട്ട് നമ്മൾ കുക്കറിൽ വെച്ചിട്ടാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ട്രഡീഷണൽ സ്റ്റൈൽ ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വീട്ടിലും ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റും. ഇതുപോലെ നമ്മൾ മാരിനേഷൻ ചെയ്ത് കഴിഞ്ഞു. നമ്മളിനി അത് ജസ്റ്റ് ഒരു പാനിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടൊന്ന് ഗ്രില്ല് ചെയ്യാണ്, അത് ഒരു കളറിന് വേണ്ടിയിട്ട്. ഓക്കെ, നല്ല ചൂടായ പാനിൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ഡക്ക് നല്ല തിരിച്ച് മറിച്ചിട്ട് ഗ്രില്ല് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഓവനിൽ വെച്ച മാതിരി കുറച്ച് നല്ല ബ്രൗൺ കളറിൽ കിട്ടും. നല്ല സ്കിന്ന് നല്ല ക്രിസ്പി ആയിരിക്കും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അത് കഴിക്കാൻ വേണ്ടി. ഓവൻ വെക്കുന്ന പകരമാണ് ഇങ്ങനെ ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. ഓവനിൽ വെക്കുന്ന ഒരു ഹോം മെയ്ഡ് ആയിട്ടാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് അവിടെ. അപ്പോൾ ഞാൻ നേരത്തെ ഷെഫിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഷെഫ് ശരിക്കും റോയൽ കരീബിയൻ ഷിപ്പിലും അതേപോലെ പല 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ വർക്ക് ചെയ്തതാണ്. അപ്പോൾ പുള്ളി നല്ല എക്സ്പീരിയൻസ് ആളാണ്. അപ്പോൾ പുള്ളിയുടെ കൂടെ നമ്മൾ ഇന്നലെ വയനാട്ടിൽ വന്നപ്പോൾ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ പുള്ളി നമുക്ക് ഡക്കിൻ്റെ സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കി തരാം, ഒരു ഡക്ക് ഒരു ട്രഡീഷണൽ സ്റ്റൈൽ റോസ്റ്റ് ഉണ്ടാക്കി തരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എത്ര നാളായിട്ട് ഷെഫായിട്ട് വർക്ക് ചെയ്യാം? ഞാൻ ക്രൂസ് ലൈനിൽ കയറിയിട്ട് 10 വർഷമായി. 10 വർഷം. അതിന് മുന്നേ 2 വർഷമായിട്ട് 5 സ്റ്റാർ ഹോട്ടലിൽ ജോലിയായിരുന്നു. അപ്പോൾ ഈ ക്രൂസ് ലൈൻ പറഞ്ഞാൽ 10 കൊല്ലവും കരീബിയൻ ഷിപ്പിൽ തന്നെയായിരുന്നു. റോയൽ കരീബിയൻ ഷിപ്പിൽ തന്നെയായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പോൾ എത്ര രാജ്യങ്ങളിൽ ഇറങ്ങിയിട്ടുണ്ട്? ഓൾമോസ്റ്റ് എല്ലാ രാജ്യവും കവർ ചെയ്തിട്ടുണ്ട്. ആഫ്രിക്ക മാത്രം പോയിട്ടില്ല, ബാക്കി എല്ലായിടും കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ്. മാക്സിമം ട്രാവലും ചെയ്യാം, കൂടെ ഫുഡും കൂടി ആൾക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കുക. നല്ല അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. നമ്മൾ പല രാജ്യങ്ങളിലൂടെ പോകുന്ന അവരുടെ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള കൾച്ചർ, ഡിഫറെൻറ്റ് ഫുഡ്, അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് അത്.
അത് ആർക്കും അധികം കിട്ടാതെ ട്രാവൽ ചെയ്യാൻ പറ്റുമെങ്കിലും ഷിപ്പിലാകുമ്പം പല കൺട്രികളിൽ പോയിട്ട് നമുക്ക് ബോർഡ് ചെയ്യാൻ പറ്റും, അവിടുത്തെ കാഴ്ചകൾ കാണാം. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കൺട്രി ഏതാണ്, അല്ലെങ്കിൽ പോയി ഇറങ്ങിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യം ഏതാണ്? ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണെന്ന് വെച്ചാൽ എൻ്റെ സ്വന്തം നാട് തന്നെയാണ്. അതെല്ലാവരും പറയുന്നത്. എന്നാൽ അത് കഴിഞ്ഞ് അടുത്തത് അത് കഴിഞ്ഞിട്ട് തന്നെ ഓരോ നാട്ടിലും അതിൻ്റേതായ പ്രത്യേകതയുണ്ട്, അവരുടെ കൾച്ചർ ഇതെല്ലാം ഡിഫറെൻ്റ് ആണ്. അങ്ങനെ എടുത്തു പറയാൻ ഒന്നുകിൽ അവിടുത്തെ രീതികളായിരിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ ആ നാടിൻ്റെ ഭംഗിയായിരിക്കാം. നാട് ഒന്നിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ അലാസ്ക പോയി കഴിഞ്ഞാൽ അത് വേറൊരു ഭംഗിയാണ്. അപ്പോൾ അങ്ങനെ എടുത്ത് ഒരു രാജ്യത്തെ നല്ലതെന്ന് പറയാനല്ല, എല്ലാം നല്ലതാണ്. മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ് എവിടെയാണുള്ളത്? മറക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ അലാസ്ക തന്നെയാണ്. അലാസ്ക കാനഡയാണ് മറക്കാൻ പറ്റാത്തത്. ശരിക്കും ഉണ്ടല്ലോ, ഷെഫ് ചെറിയ ആളല്ല, പുള്ളിക്ക് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട് അല്ലേ? അതെ. എന്താണ് ചാനലിന്റെ പേരെന്താ? ചാനലിന്റെ പേര് ട്രാവൽ വിത്ത് ഷെഫ് ഡേവിഡ് എന്നാണ്. ഷെഫ് ഡേവിഡ്, ട്രാവൽ വിത്ത് ഷെഫ് ഡേവിഡ്. അപ്പോൾ ആ ചാനലിൽ നിങ്ങൾ പോയി കാണാൻ ഇതുപോലത്തെ ഒരുപാട് ഫ്യൂഷൻ ഫുഡുകളും കിടൻ എന്താ പറയുക റെസിപ്പീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫുഡിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ആ ചാനൽ ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും ഞാൻ ചാനലിലെ ലിങ്കും ഇതിന്റെ കമന്റിലും ഡിസ്ക്രിപ്ഷനിലും എന്തായാലും കൊടുത്തിരിക്കും. നിങ്ങൾക്ക് അതൊന്ന് പോയി കണ്ടു നോക്കുക. എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുള്ളിയെ സപ്പോർട്ട് ചെയ്യാനും മറന്നുപോലെ പോരെ. അതുപോലെ നമ്മുടെ ഡക്ക് നല്ല ഫ്രൈ ആയി അല്ലേ? നല്ല ഫ്രൈ ആയിട്ട് നല്ല ബ്രൗണിഷ് ആയി. ഇന്നിപ്പോൾ വിദേശ രാജ്യങ്ങളൊക്കെ ഹോട്ടൽ മാനേജ്മെൻറ്റ് കൈയുള്ള ജോലിയും അതുപോലെ ഷെഫിൻ്റെ ജോലിയൊക്കെ ഭയങ്കര ഡിമാൻഡുള്ള ജോലിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഷെഫിൻ്റെ റിയൽ എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനും ആ ജോലിയിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ പങ്കുവെക്കാൻ വേണ്ടി മാത്രമാണ് ഇന്നത്തെ ഈ വീഡിയോ. ഷെഫിൻ്റെ ഈ ഡക്ക് റെസിപ്പി ശരിക്കും പുള്ളിയുടെ മാത്രം ട്രേഡ് മാർക്കാണ്. അപ്പോൾ പുള്ളിയുടെ ചാനലിൽ ആ വീഡിയോ ഫുള്ളായിട്ട് പോയി കാണുക. നമ്മുടെ വീഡിയോയിൽ ജസ്റ്റ് കാതലായ ഭാഗങ്ങൾ മാത്രം കാണിച്ചിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് കുക്ക് ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഷെഫിൻ്റെ ചാനലിൽ പോയിട്ട് ആ വീഡിയോ കണ്ടിട്ട് മാത്രം കുക്ക് ചെയ്യുക. അപ്പോൾ ഇന്ന് നമുക്ക് ഷെഫിനോട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ജോലിയുടെ ഭാഗമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് പങ്കുവെക്കുന്നത്. ഇനി നമ്മളിതിന് കുറച്ച് ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ ഉള്ളി അതേമാതിരി കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്യണം. ഓക്കെ. അപ്പോൾ നമുക്ക് അത് കുക്കറിൽ വെച്ച് കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഫ്ലേവർ ആ മീറ്റിൽ കിട്ടും. കുക്കറിൽ ഇറക്കി നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് വെക്കുക. അപ്പോൾ നമുക്കൊരു 4-5 വിസിലടിക്കണം. അപ്പോഴത്തേക്കും ഇതൊക്കെ നല്ല കുക്കാവും. അപ്പോൾ ആ സമയത്ത് നമുക്ക് സോസ് ഉണ്ടാക്കാം. ഓക്കെ. സോസ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് അപ്പോൾ ട്രഡീഷണൽ എന്ന് പറഞ്ഞാൽ ഒരു വെസ്റ്റേൺ സ്റ്റൈലാണ്. കാരണം സോസ് എന്ന് പറയുമ്പോൾ വെസ്റ്റേൺ കൾച്ചറായി അല്ലേ? അത് തന്നെ, ഇതൊരു ഫ്യൂഷൻ ഫുഡാണ്. ഓക്കെ. കാരണം ഫുഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഈ മേഖലയിൽ വരാൻ കാരണം? എങ്ങനെ ഈ ഷെഫ് ഇഷ്ടപ്പെട്ട് ഈ ജോലി ഇഷ്ടപ്പെട്ട് വരാൻ കാരണം എന്താ? ഷെഫ് ഇഷ്ടപ്പെട്ട് വരാൻ കാരണം എൻ്റെ ഫസ്റ്റ് ഗുരു അല്ലെങ്കിൽ എൻ്റെ ഒരു മാസ്റ്റർ ഷെഫ് എന്ന് പറഞ്ഞാൽ എൻ്റെ മമ്മി തന്നെയാണ്. അപ്പോൾ മമ്മിക്ക് കാല് വയ്യാണ്ടിരുന്നൊരു സമയം ഉണ്ടായിരുന്നു, ഒരു 2-3 മാസം. അങ്ങനെയാണ് ഞാൻ കിച്ചണിൽ കയറുന്നു കുക്കിംഗ് പഠിക്കുന്നത്. അതാണ് എൻ്റെ തുടക്കം. ഓക്കെ. അങ്ങനെ അവിടുന്ന് ഒരു ഇൻട്രസ്റ്റിംഗ് ആയി. പിന്നെ ആ സമയത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടാൻ എളുപ്പം ഓപ്പർച്യൂണിറ്റി ഒക്കെ നോക്കിയിട്ട് അങ്ങനെ ആ കോഴ്സ് ചെയ്യാൻ പോയി. ബാംഗ്ലൂർ പോയി പഠിച്ചു. ഏതാ പഠിച്ചത്? ഹോട്ടൽ മാനേജ്മെന്റ്. 4 ഇയർ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചു. അങ്ങനെ അത് ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ കുക്കിംഗ് സ്പെഷ്യലൈസ് ചെയ്തു. അടുത്തെല്ലാം കഴിഞ്ഞിട്ട് ജോലി എങ്ങനെ തുടങ്ങി? ജോലി അപ്പോൾ തന്നെ കിട്ടിയിരുന്നു? എങ്ങനെയുണ്ട് ഇതിൻ്റെ ജോലി സാധ്യത? എങ്ങനെയാണ് ഇങ്ങനെ പഠിച്ചിറങ്ങി ഇപ്പോഴത്തെ തലമുറയ്ക്ക് എന്താ പറഞ്ഞു കൊടുക്കാനുള്ളത്? പഠിച്ചിറങ്ങിയ പാടെ നമ്മൾ എന്തെങ്കിലും ഒരു എക്സ്ട്രാ സ്കില്ല്, ഞാനൊക്കെ പഠിച്ചിറങ്ങുന്ന സമയത്ത് ഇഷ്ടം പോലെ പേര് ഹോട്ടൽ മാനേജർ പഠിച്ചിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു എക്സ്ട്രാ സ്കില്ല് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജോലി കിട്ടും. എവിടെ തുടക്കം എവിടെ ജോലി? അപ്പോൾ ഞാനങ്ങനെ അത് ഈ 4 വർഷം കോഴ്സ് കഴിഞ്ഞിട്ട് കാർവിങ് അത്യാവശ്യം ഞാൻ ചെയ്യായിരുന്നു. അപ്പോൾ എന്നൊരു സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ചെന്നൈ പോയിട്ട് സായി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കാർവിങ്ങിൻ്റെ ഒരു കോഴ്സ് ചെയ്തു. അതിനുശേഷം ബോംബെയിൽ പെനിൻസുല എന്ന് പറഞ്ഞ ഒരു 4 സ്റ്റാർ ഹോട്ടലിലാണ് ജോലിക്ക് കയറി. അപ്പോൾ എക്സ്ട്രാ സ്കില്ലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ജോലിയിൽ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ അല്ലേ? അത് തന്നെ. ഇല്ലെങ്കിൽ ഒരുപാട് കോമ്പറ്റീഷൻ നമുക്കുണ്ട്. സ്കില്ലും വേണം, നമുക്കൊരു എന്താ ഒരു ഇൻട്രസ്റ്റും വേണം. ഫുഡും ഈ കാര്യം ഫുഡിനോടൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഫീൽഡിൽ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. കാരണം ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫീൽഡിൽ എല്ലാവരും വെക്കേഷനിൽ അവധിക്കും പോകുന്ന സമയത്ത് ഹോട്ടൽ ഫീൽഡിലുള്ളവർക്ക് ജോലിയായിരിക്കും. അപ്പോൾ ഇതിനോട് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഈ ഫീൽഡിൽ നിൽക്കാൻ പറ്റുള്ളൂ. അതൊരു മൈനസ് പോയിന്റ് ആണ്, പക്ഷെ ഒരുപാട് പ്ലസ് പോയിന്റ് ഉണ്ട്. നമുക്ക് ഒരുപാട് വെറൈറ്റി ഫുഡുകൾ കാണാനും അതിനെക്കുറിച്ച് പഠിക്കാനും ടേസ്റ്റ് ചെയ്യാനുള്ളൊരു അവസരമുണ്ട്. പിന്നെ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ക്രൂസ് ലൈനിലൊക്കെ നമ്മൾ ഒരുപാട് രാജ്യങ്ങൾ കറങ്ങി ട്രാവലിങ്, പല കൾച്ചർ, പല കൺട്രി, അതൊക്കെ കാണാൻ പറ്റി. അതൊക്കെ ഈ ഫീൽഡിൻ്റെ ഒരു ഗുണമാണ്. എങ്ങനെയാണ് ഷിപ്പിൽ ജോലിക്ക് എത്തിപ്പെടുന്നത്? ഷിപ്പിൽ ഞാൻ ബോംബെയിൽ പെനിൻസുല എന്ന് പറഞ്ഞ ഹോട്ടലിൽ വർക്ക് ചെയ്ത് അവിടെ ഒരു
1 year വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് സഹാര സ്റ്റാർ എന്ന് പറയും, ആ ഒരു 5 star ഹോട്ടലാണ്. അവിടേക്ക് കുറച്ച് പ്രൊമോഷനോട് കൂടി അവിടെ ഒരു ജോലി കിട്ടി. അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പേപ്പറിൽ പരസ്യം കാണുന്നത്, ഇങ്ങനെ ക്രൂസ് ലൈനിലേക്ക് വേക്കൻസി ഉണ്ടെന്ന്. അങ്ങനെ ഇൻ്റർവ്യൂ ചെയ്ത് കിട്ടി, സെലക്റ്റായി, അങ്ങനെ പോയി. അപ്പോൾ നോർമലി നമുക്ക് ഇപ്പോൾ കപ്പലിൽ ജോലി അല്ലെങ്കിൽ മിലിറ്ററി പോകാന്നൊക്കെ പറയുമ്പോൾ വീട്ടിലും വീട്ടുകാർക്കൊക്കെ കുറച്ച് പ്രയാസമായിരിക്കും. അതെങ്ങനെ നേരിട്ടെ? വീട്ടുകാർക്കൊക്കെ ശരിയാണ്. നമ്മൾ എന്തെങ്കിലും കടലിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ കോൺടാക്ട് ഒന്നുമില്ല, പിന്നെ എപ്പോഴെങ്കിലും വിളിക്കുകയുള്ളൂ. വിളിച്ചാലായി ചിലപ്പോൾ 1 മാസത്തിലാകെ 5 മാസം കഴിയുമ്പോഴേക്ക് ലീവിന് വരുന്നത്. അപ്പം ഇങ്ങനത്തെ സാഹചര്യം എങ്ങനെയായിരുന്നു? ഇതേ ഒരു ഫീലിംഗ് തന്നെയായിരുന്നു എനിക്കും. നമുക്ക് പറഞ്ഞുള്ള അറിവേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഷിപ്പിൽ പോയി കഴിയുമ്പോൾ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. നമ്മളവിടെ ഒരു വലിയ ബിഗ് ഫാമിലി എന്ന് തന്നെ പറയാം. അത് കാർഗോ ഷിപ്പിൻ്റെ എനിക്കറിയില്ല, അത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഞാൻ ക്രൂസ് ഷിപ്പിലായിരുന്നു. ഓക്കെ, അതായത് ട്രാവലേഴ്സിനെ കൊണ്ടുപോകണം. അതിൽ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഡെയിലി നമുക്ക് വീട്ടിലേക്ക് വിളിക്കാനും ഇന്റർനെറ്റ് സൗകര്യം ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് ഡെയിലി വീട്ടിൽ കോൾ ചെയ്യാം. അപ്പോൾ അങ്ങനെ നമുക്ക് വലിയ പ്രയാസം തോന്നില്ല. മിസ്സിങ് ആണ്, വീട്ടുകാരൊക്കെ മിസ് ചെയ്യും, അതൊക്കെ ഉണ്ട്. എന്നാലും നാടും വീടും കുട്ടികൾക്ക് മിസ് ചെയ്യും. ജോലി ചെയ്തേ പറ്റുള്ളൂ. ജോലി ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടാലും എന്തെങ്കിലുമൊക്കെ നേടാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 10 കൊല്ലത്തെ ഷിപ്പ് ലൈഫ് വെച്ച് നോക്കുമ്പോൾ എന്ത് തോന്നി? ഇടയ്ക്ക് ലീവിന് വന്നിട്ടുണ്ട് അല്ലേ? എങ്ങനെ 6 month ഡ്യൂട്ടി, 2 months വെക്കേഷൻ. ഓക്കെ, അപ്പോൾ ഈ 10 കൊല്ലത്തെ ഓവറോൾ നോക്കുമ്പോൾ എങ്ങനെയുണ്ട്? ലൈഫിനെ കുറിച്ച് നോക്കുമ്പോൾ എങ്ങനെ ഷിപ്പ് ലൈഫ് എങ്ങനെയുണ്ടായിരുന്നു? ഇപ്പൊ ഞാൻ ഹാപ്പിയാണ്. വീണ്ടും തിരിച്ചു പോകും. ഇപ്പൊ ഈ കൊറോണ ആയിട്ട് ഇപ്പൊ ഒരു 1 year ആയി നാട്ടിൽ തന്നെ ഉണ്ട്. ഷെഫ് ലീവിന് വന്നതാണ്. ഇപ്പോൾ കൊറോണ കാരണം പേപ്പർ വർക്കൊന്നും ഡിലേ ആയതുകൊണ്ട് അടുത്ത ഷിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ആ സമയത്താണ് നമ്മൾ വയനാട്ടിൽ വന്നത്. ഇത് മുമ്പ് ഞാൻ വയനാട് വീഡിയോ ഒക്കെ ഇട്ടിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഷെഫിനെ കണ്ടത്, ഷെഫിനെ പരിചയപ്പെട്ടതും. അപ്പോൾ അങ്ങനെ നമ്മൾ അടുത്തൊരു വീഡിയോ ആണ് നമുക്കൊരു കിടിലൻ ഫ്യൂഷൻ ഫുഡ് ഉണ്ടാക്കി, ട്രഡീഷണൽ ഫുഡ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു സെറ്റപ്പോട് ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ? അതെ. ഞാൻ ഒരുപാട് നന്ദിയാണ്. തിരക്കിനിടയ്ക്ക് നമുക്കും ഞാനും തിരിച്ച് ഫ്ലൈ ചെയ്യാൻ സമയമായി. ആ സമയത്തിടയ്ക്ക് നമുക്കിങ്ങനെ പിന്നെ മീറ്റ് ചെയ്യാൻ ഇങ്ങനെ സാഹചര്യം ഒരുക്കിയത് ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ, നമ്മുടെ വ്യൂവേഴ്സിനും അത് നല്ലൊരു ഇതാണ്. ഫൈനലി നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഡക്കും ഫുള്ളി കുക്ക്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഷെഫിനി തൻ്റെ നൈഫ് വെച്ചുള്ള ആയുധം വെച്ചുള്ള കളിയാണ് ഇനി. അപ്പോൾ ഇനി പ്രസൻറ്റേഷൻ എങ്ങനെ കണ്ടോ? ബോൺ ഇഷ്ടമുള്ളവർക്ക് വിത്ത് ബോണായിട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഷിപ്പിലൊക്കെ സ്റ്റൈൽ ഇങ്ങനെ കേട്ടോ. അതിൻ്റെ ഒരു ഡെക്കറേഷനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. കാരണം ഒരു തക്കാളി വെച്ചിട്ട് മുന്നേ ഒരു കപ്പയാണ് ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് വന്നേക്കുന്നത്. ഒരു സൈഡ് സലാഡും കൂടെ ഉണ്ട്. അത് സോസ് ഒരു സൈഡ് സോസും കൂടി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ എന്തായാലും ഫുഡ് റെഡിയാണ്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഗസ്റ്റ് തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ തന്നെ വേണമല്ലേ? അത് വേണം. കറിക്ക് കൊടുക്കുമോ? അപ്പോൾ കഴിച്ചു നോക്കുകയാണ്. എങ്ങനെ ഇതിൻ്റെ സ്റ്റൈൽ എങ്ങനെ കഴിക്കുന്നത്? എങ്ങനെയാണ്? മീറ്റ് സോസിൽ മുക്കി കപ്പയും ചേർത്ത് കഴിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും കഴിച്ചു നോക്കുകയാണ്. ശരിക്കും മീറ്റ് ഇങ്ങനെ നല്ല ഈ സോസിൽ നല്ല ഡിപ്പ് ചെയ്ത് ശരിക്കും നല്ലപോലെ വെന്തിട്ടുണ്ട്. നല്ല പഫി ആയിട്ടിരിക്കുന്നുണ്ട്. ശരിക്കും താറാവ് കുറച്ച് ടൈറ്റാണ്, പക്ഷേ നല്ലപോലെ വെന്തു. അതും നമ്മുടെ കപ്പയും കൂടി ചേർത്ത് ഒന്ന് മുക്കി. മീറ്റ് നല്ലപോലെ വെന്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മീറ്റിന് കുറച്ച് ഉപ്പ് കുറവാണ്. നമ്മൾ ആ സൈഡ് സോസ് വെച്ച് സോസിന് നല്ല കറക്റ്റ് ടേസ്റ്റാണ്. അപ്പോൾ സോസ് കൂടി മിക്സാക്കി കഴിക്കുകയാണ് മീറ്റ് അടിപൊളിയാണ്. പിന്നെ കപ്പയുടെ കാര്യം പറയേണ്ട ആവശ്യമില്ല, നമ്മുടെ സ്വന്തം കോമ്പിനേഷൻ തന്നെയാണ്. സാധാരണ ഹോട്ടലിലും ഷിപ്പിലൊക്കെ ആണെങ്കിലും ഓവനിലൊക്കെ ആണെങ്കിൽ അതിൽ സ്റ്റീം റോസ്റ്റ് ഉണ്ട്. അപ്പോൾ നല്ല മോയ്സ്ചർ കിട്ടും ഉള്ളിൽ. നമ്മുടെ വീടുകളിലുള്ള ഓവനിലൊന്നും അതുണ്ടാവും, നല്ല ഡ്രൈ ആവും. അത് കുക്കറിൽ വെക്കുമ്പോൾ നമുക്ക് നല്ല മോയ്സ്ചർ ഉണ്ടാവും, നല്ല ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. ആ സോഫ്റ്റ് നല്ലപോലെ തിരിച്ചറിയാം, നല്ല സോഫ്റ്റ് ആണ്. എനിക്ക് വീടുകളിൽ ഡ്രൈ ഔട്ട് ചെയ്യാൻ പറ്റും നല്ല അടിപൊളി ഫുഡാണ്. കുറച്ച് ഫ്യൂഷൻ ആണെങ്കിലും നമുക്ക് ഒരു ട്രഡീഷണൽ നമ്മുടെ ഡക്ക് റോസ്റ്റിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. എല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം അല്ലേ? എന്താ പറയാനുള്ളത്? അപ്പോൾ ഒന്നുമില്ല, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ഷെഫിൻ്റെ ചാനലും പോയി ചെക്കൗട്ട് ചെയ്യുക. അല്ലാത്ത ഒരുപാട് വിഭവങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം എല്ലാവരും ചെക്കൗട്ട് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. 2 ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുകൊണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നമ്മളിവിടെ ഒരു ഹോം മെയ്ഡ് ഡക്ക് റോസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത്, ഒരു വെറൈറ്റി ആയിട്ട്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നല്ല വൃത്തി കുക്കർ അടിക്കുന്ന വിസിലാണ് കേട്ടോ. ഓക്കെ,
വിളിക്കല്ലേ അവസാനത്തെ പരിപാടി. ഇത് തെറ്റിക്കല്ലേ. കോൺസെൻട്രേഷൻ, ആയുധം വെച്ചുള്ള കളിയാ. പുറകിന്ന് വിളിക്കല്ലേ ശുചിൽ ബ്രോ. കോൺസെൻട്രേഷൻ കളയല്ലേ. ക്യാമറമാൻ അങ്ങനൊക്കെ പറയാം, വെറുതെ വിടായപ്പാ.